ഈ 100% സ്കോളർഷിപ്പ് ഫോർ പൈലറ്റ് ട്രെയിനിങ് ഇതിൻ്റെ ജെന്യൂൻ സൈഡ് ഞാൻ ആദ്യം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്കോളർഷിപ്പ് ആക്ച്വലി അവൈലബിൾ ആയിട്ടുള്ളത് SC/ST കാൻഡിഡേറ്റ്സിനാണ്. അപ്പോൾ ഇത് കൊടുക്കുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ് ആണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരള ഗവൺമെൻറ് അണ്ടറിലുള്ള നമ്മുടെ രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജി ഈ അക്കാഡമിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ നേടണം. ഇത് അഡ്മിഷൻ നേടാനായിട്ട് അവർ നടത്തുന്ന എൻട്രൻസ് എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ഈ എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുണ്ടാകുന്ന ഒരു മെറിറ്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഈ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ അറിവനുസരിച്ച് ആദ്യം വരുന്ന 3 SC കാൻഡിഡേറ്റ്സിനും 2 ST കാൻഡിഡേറ്റ്സിനുമാണ് ഈ സ്കോളർഷിപ്പിലേക്ക് റെക്കമെൻഡേഷൻ പോകുന്നത്. പിന്നെ ബാക്കി അവരുടെ ഫിനാൻഷ്യൽ അങ്ങനെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. അത് അക്കാഡമിയിൽ, അത് രാജീവ് ഗാന്ധി അക്കാഡമിയിൽ തന്നെയാണ് ഈ പ്രോസസ്സ് ആപ്ലിക്കേഷൻ എല്ലാം പോകുന്നത്. അത് ഗവൺമെൻറ് അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, 100% സ്കോളർഷിപ്പ് ഗവൺമെൻറ്റിന് കിട്ടും. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റിന് ഈ സ്കോളർഷിപ്പിൽ എലിജിബിലിറ്റി കിട്ടുകയും ആ കുട്ടിക്ക് 100% സ്കോളർഷിപ്പ് ഗവൺമെൻറ് കിട്ടുകയും ചെയ്തു. ഈ വർഷം ഞങ്ങളുടെ അടുത്തൊരു സ്റ്റുഡൻറ്റ് അത് അണ്ടർ പ്രോസസ്സിങ്ങിലാണ്. വി ഹോപ്പ് ആ കുട്ടിക്കും ആ സ്കോളർഷിപ്പ് കിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ആക്ച്വലി ഈ ഒരു സ്കോളർഷിപ്പ് കുട്ടി കിട്ടിയതിൻ്റെ ഒരു അപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ മിക്ക മീഡിയാസിലും അത് കവറേജ് വന്നു. അപ്പോൾ ഈ വർഷം എന്താണ് ഞാൻ കണ്ടത്, 2020 ഞാൻ കണ്ട ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അക്കാഡമീസും 100% സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻസ് നടത്തുന്നുണ്ട്. ഒരു പൈലറ്റ് ട്രെയിനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് അപ്രോക്സിമേറ്റ്ലി ഒരു 50 ലക്ഷം രൂപ കോസ്റ്റ് വരും അല്ലേ.